നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരസഭയുടെ ഓണം ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. താലൂക്ക് രൂപീകരിച്ചതിനു ശേഷം നടന്ന വികസന സമിതി യോഗങ്ങളിലൊന്നും ആരോഗ്യവകുപ്പിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. ഓണവിപണിയിൽ ഏത്തക്കായ വില കുതിച്ചുയരുന്നു. പുനലൂർ നഗരസഭയുടെ ഓണം ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. നഗരത്തിന് മിഴിവഴക് പകർന്നായിരുന്നു ആഘോഷ തുടക്കം. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. പുനലൂർ ടി.ബി. ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കെ.എസ്.ആർ.ടി.സി. മാർക്കറ്റ് ജംഗ്ഷൻ ചുറ്റി ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും പുനലൂരിലെ വിവിധ വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ പങ്കാളിത്തവും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 101 വിദ്യാർത്ഥികളുടെ തിരുവാതിര അരങ്ങേറി. സംഘ തിരുവാതിര കാണാൻ ജനങ്ങളുടെ കടുത്ത തിരക്കായിരുന്നു. 101 വിദ്യാർത്ഥികളും താളവ്യത്യാസമില്ലാതെ ഒരുപോലെ ചുവടുവെച്ചത് കാണികളെ വിസ്മയത്തിലാഴ്ത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കൊല്ലം എം.പി. N.K. പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങളും മേളകളും ആഘോഷങ്ങളും സമൂഹത്തിന്റെ ഐക്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഗരത്തിന്റെ പൊതുവായ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംരംഭം സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പട്ടണത്തിന്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസനത്തിനും വളർച്ചയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ്മയുടെ വികാരം വളർത്തിക്കൊണ്ടുവരാൻ ഈ ഫെസ്റ്റ് പ്രയോജനപ്പെടുന്നു, സഹായകരമാകുന്നു എന്നുള്ളതാണ് വിശാലമായ ഈ ഫെസ്റ്റിന്റെ പൊതു താല്പര്യം, പൊതുലക്ഷ്യം അല്ലെങ്കിൽ പൊതുനന്മ. പുനലൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. രാജു ചടങ്ങിൽ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. താലൂക്ക് വികസന യോഗത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. താലൂക്ക് രൂപീകരിച്ചതിനു ശേഷം നടന്ന വികസന സമിതി യോഗങ്ങളിലൊന്നും ആരോഗ്യവകുപ്പിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. സ്ഥിരമായി എത്താത്ത ഒരു വിഭാഗമാണ് പത്തനാപുരത്തെ ആശുപത്രി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അവരിന്നും വന്നിട്ടില്ല. കഴിഞ്ഞ 2 താലൂക്ക് സഭയിൽ പങ്കെടുക്കാത്തതിന്റെ വിവരം അറിയിച്ചുകൊണ്ട് കളക്ടർക്ക് തഹസിൽദാർ കത്ത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് പോരാ എന്ന് തീരുമാനിച്ചു. DMOയ്ക്ക് കത്ത് കൊടുക്കാനും നേരിട്ട് നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ നിന്ന് ആരും വരുന്നില്ല. മറ്റു വകുപ്പുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ ഫോറസ്റ്റിന്റെ ആൾക്കാർ വന്നിട്ടില്ല. ഒന്നുമില്ല, അവരെപ്പോഴും പങ്കെടുക്കുന്നതാണ്. ഈ ആരോഗ്യവകുപ്പ് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്തനാപുരം താലൂക്കിന്റെ രൂപീകരണത്തിന് ശേഷം ഒരു തവണ പോലും വികസന സമിതി യോഗത്തിൽ പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ പ്രതിനിധീകരിച്ച് ആരും എത്താതിരുന്നതാണ് എം.എൽ.എ. പ്രകോപിപ്പിച്ചത്. ഓണത്തെ വരവേറ്റ് നിരവധി വികസന പ്രവർത്തനങ്ങൾ പത്തനാപുരം ആസ്ഥാനമാക്കി നടക്കുന്നുവെന്നും ആശംസകൾ നേർന്നുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. തഹസിൽദാർ ലംബോദരൻ പിള്ള, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓണം വിപണിയിൽ ഏത്തക്കായ വില കുതിച്ചുയർന്നു. ആഴ്ചകളായി തുടരുന്ന മഴയും വാഴക്കുല വിപണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഏത്തക്കുലകൾക്ക് ദൌർലഭ്യം നേരിട്ടതോടെ വൻ വില നൽകിയാണ് ആവശ്യക്കാർ കായ സ്വന്തമാക്കുന്നത്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. ഓണക്കാലമാകുമ്പോൾ മുൻപ് ജില്ലയ്ക്ക് പുറത്തുനിന്നും വിപണിയിലേക്ക് ധാരാളമായി ഏത്തക്കുലകൾ എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇക്കൊല്ലം ഇവയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായത്. വയനാട്ടിൽ നിന്നുള്ള ഏത്തക്കായുടെ വരവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് കൂടുന്നതിന് മുൻപ് കായ വാങ്ങി ഉപ്പേരിയുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് മലയാളി. വിപണിയിൽ ഇപ്പോൾ 55 മുതൽ 70 രൂപ വരെയാണ് വില. ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും നാടൻ ഏത്തക്കുലകൾ ഇനിയും എത്തിയിട്ടില്ല. ആഴ്ചകളായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് വിളവെടുപ്പിന് പാകമായ ലക്ഷക്കണക്കിന് രൂപയുടെ ഏത്തക്കുലകൾ നശിച്ചിരുന്നു. ഇതിനാൽ ഏത്തക്കുല വിപണി ഇനിയും ഉണർന്നിട്ടില്ല. നാടൻ കുലകൾ ശേഖരിച്ച് ഏത്തക്കുല വിപണി സജീവമാക്കാനുള്ള ശ്രമം നടത്തിവരികയാണ് കുടുംബശ്രീ യൂണിറ്റുകളും സ്വാശ്രയ കർഷക വിപണനക്കാരും. ഏത്തക്കായ കിലോ എന്നതിന് ഒരാഴ്ചക്കുള്ളിൽ 10 മുതൽ 15 രൂപയുടെ വരെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏത്തക്കായുടെ ആവശ്യം മുന്നിൽ കണ്ട് മാർക്കറ്റുകളിൽ മിക്ക കച്ചവടക്കാരും തോന്നിയ വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. മലയാളിയുടെ ഉപ്പേരിപ്രിയം കണക്കിലാക്കി തമിഴ്നാട് സംഘങ്ങൾ പ്രദേശങ്ങളിൽ ഉപ്പേരി വ്യാപാരവും ആരംഭിച്ചു കഴിഞ്ഞു. വില കുറഞ്ഞിട്ട് ഏത്തക്കായ വാങ്ങി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയാൽ ഇക്കൊല്ലം ഓണത്തിന് ഉപ്പേരി ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തകർന്ന കക്കൂസിനു പകരം പഞ്ചായത്തിൽ നിന്നും പുതിയ കക്കൂസ് അനുവദിക്കണമെന്ന വൃദ്ധയുടെ ആവശ്യത്തിന് പഞ്ചായത്ത് പരിഹാരമുണ്ടാക്കി. ലൈവ് വാർത്ത റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി.
ചിതറ ഗ്രാമപഞ്ചായത്തിലെ മാങ്കോട് ലക്ഷംവീട് കോളനിവാസിയായ നബീസ ബീവിയുടെ തകർന്ന കക്കൂസ് പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമസഭായോഗം തീരുമാനമെടുത്തത്. ഇതിനായി 8000 രൂപ നബീസ ബീവിക്ക് അനുവദിച്ചതായി ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ അറിയിച്ചു. ലക്ഷംവീട് കോളനിയിലെ നബീസ ബീവിക്ക് അവരുടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു കക്കൂസിന്റെ ടോയ്ലറ്റിന്റെ പടമെടുത്ത് ലൈവ് TV-യിൽ ഒരു വാർത്ത വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ നബീസത്ത് ബീവിയുമായി ബന്ധപ്പെടുകയും പഞ്ചായത്തിന്റെ രേഖകൾ ബീവിയുമായി ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ അവർ ഒരു ടേണിൽ അവർ കക്കൂസിന്റെ ആദ്യ ടേൺ പൈസ വാങ്ങിയിട്ടുള്ളവരും രണ്ടാം ടേൺ പൈസ വാങ്ങിക്കാതിരുന്നവരും എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടും സമ്പൂർണ്ണ ശുചിത്വ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞ ഗ്രാമസഭാ സമ്മേളനത്തിൽ ഐക്യകണ്ഠേന ലൈവ് TV-യുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കക്കൂസ് വയ്ക്കുന്നതിന് 8000 രൂപ അനുവദിച്ചു കൊടുക്കുവാൻ ഗ്രാമസഭ ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തിരുവോണത്തിന് സദ്യ ഉണ്ണുന്ന മലയാളിക്ക് മുളക് കടിച്ചാൽ എരിയും. എന്നാൽ തമിഴ്നാട്ടിലെ കർഷകർക്ക് മുളക് വിളവെടുക്കുമ്പോഴാണ് എരിയുക. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇത് തമിഴ്നാട്ടിലെ ചുരണ്ടയ്ക്കടുത്തുള്ള കീഴപ്പാവൂർ എന്ന ഗ്രാമം. മലയാളിയുടെ ഓണത്തിന് എരിവേകാൻ മുളക് കൃഷി ചെയ്ത കർഷകർക്ക് വ്യാപാരികൾ നല്ല വില നൽകാൻ തയ്യാറല്ല. 1 കിലോ മുളകിന് വെറും 11 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. 8000 ரூபா பல்லாரி நாத்து வாங்கி நட்டுருக்கு. 1/2 ஏக்கருக்கு நட்டு இப்போ பழவடி பார்த்தா இப்போ 10 ரூபா 15 ரூபாய்க்குள்ளே கூட கேட்க மாட்டேக்காங்க. பல்லாரியே மிளகான்னு இப்போ அதை விட காய்க்கு டயத்தில் இப்போ விலை 11 ரூபா தான் 1 கிலோ மிளகா. ഓണത്തിന് കൂടുതൽ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൃഷി ചെയ്ത ഇവർക്ക് ഏജന്റുമാർ മെച്ചപ്പെട്ട വില നൽകാൻ തയ്യാറാകുന്നില്ല. ഒരു മാസത്തേക്ക് മുன்னாடி 30 രൂപ 40 രൂപ 50 രൂപ വரைக்கும் இருந்துச்சுதே. நாங்கள் விலை மாதத்தில் எடுக்க டயத்தில் இப்போ குறைச்சிருந்தாங்க. ഓണം പண்டிകയ്ക്ക് ഇപ്പോൾ വിലയേ ഇല്ല എങ്ങൾക്ക്. എന്നാൽ മുളക് തൊട്ടടുത്തുള്ള തെങ്കാശിയിലെ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വില ഇരട്ടിയാകും. ഇത് കേരളത്തിലെത്തുമ്പോഴാകട്ടെ വില 3 ഇരട്ടിയും കടക്കും. ചുരുക്കത്തിൽ മലയാളിക്ക് ഓണമുണ്ണാനും ഏജന്റുമാർക്ക് ലാഭം കൊയ്യാനും സാഹചര്യമുണ്ടാകുമ്പോൾ കൈയും കണ്ണും നിറഞ്ഞ് മുളക് വിളവെടുക്കുകയാണ് ഈ കർഷകർ. அப்புறம் என்ன செய்ய முடியும்? ஒரே பைசாவே பத்த மாட்டேங்குது. என்ன செய்ய முடியும்? எல்லாம் நட்டம்தான், அம்புட்டு நட்டம்தான். உரம் பார்த்தா 500 600 800ங்க ஒரு மூட்டை உரம். அதே மாதிரி விலையும் கூட்டணும்ல, மிளகா விலை பல்லாரி விலையும் கூட்டணும்ல. உரத்துலன்னா கம்மி பண்ணணும், அதை கூட்டுதாங்க, இதை ஃபுல்லாக குறைக்காங்க. என்ன செய்ய முடியும்? ന്യൂസ് ബ്യൂറോ, തെന്മല. 2 തരം പൌരന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം അഡ്വക്കേറ്റ് സാജു ഖാൻ. പത്തനാപുരം നടുക്കുന്ന് ഗവൺമെന്റ് LPSൽ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സാജു ഖാൻ. സർക്കാർ വിദ്യാലയങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. സർക്കാർ വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാനത്ത് പുതിയ നയം ആവിഷ്കരിക്കണമെന്ന് അഡ്വക്കേറ്റ് സാജു ഖാൻ പറഞ്ഞു. PTA പ്രസിഡന്റ് അജു ശ്രീധരൻ അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി ജഗദീഷ് കുമാർ, അധ്യാപിക ലത്തീഫ, KSU നേതാക്കളായ സിജോ ഡാനിയൽ, ഷെബീർ ഷാ, ആഷിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 25-ൽ പരം പേർക്ക് KSU നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിത്ത് വിതച്ചില്ല, ആരും കള പറിച്ചതുമില്ല, പക്ഷേ കനാലിലെ വിളവ് 100 മേനി. കോട്ടവട്ടത്ത് കനാലിൽ പ്രകൃതി ഒരുക്കിയ നെൽകൃഷി കാഴ്ചയിലേക്ക്. കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുകര കനാലിൽ കോട്ടവട്ടം ഭാഗത്താണ് ഇത്രയധികം നെൽക്കതിർ വിളഞ്ഞു നിൽക്കുന്നത്. 1 കിലോമീറ്ററോളം ദൂരത്തിൽ കനാലിനുള്ളിൽ നെല്ല് സമൃദ്ധമായി കതിരണിഞ്ഞു. കണ്ടുമറന്ന ഒരു കൃഷിയുടെ ഓർമ്മ പുതുക്കൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്നു. കനാലിൽ കിളിർത്ത ഈ നെൽക്കതിരുകൾ അന്യം നിന്ന കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ നെല്ല് എങ്ങനെയെന്ന കാര്യം പുതുതലമുറയിൽ പലർക്കും ഇപ്പോഴും അജ്ഞാതമാണ്. ഓണം കൊയ്ത്തുത്സവത്തിന്റെ നാളുകളായാണ് മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നത്. കനാലിൽ ജലവിതരണ സമയത്ത് എവിടെ നിന്ന് ഒഴുകിയെത്തി അടിഞ്ഞുകൂടിയ നെല്ലുകളാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത്. അയ്യാറട്ടെന്ന ഇനത്തിൽപ്പെട്ട കതിരുകളാണിത്. പാടശേഖരങ്ങളിൽ നെല്ല് വിതച്ച് വെള്ളം നിറച്ചാണ് ഇതിന്റെ ഞാറുകൾ എടുത്തിരുന്നത്. എന്നാൽ കതിരാകുന്നതോടെ വെള്ളം തുറന്നുവിടുകയും ചെയ്യും. ആവശ്യത്തിന് വളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചാണ് നെൽകർഷകർ പൂർണ്ണ വില എത്തിക്കുക. എന്നാൽ വിത്തുകൾ പറവകൾ കുത്തിയെടുക്കാതെയാണ് ഇവിടെ നെൽച്ചെടികൾ കതിരണിഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമുണ്ടായിരുന്നു, പക്ഷേ വളമില്ല, കീടനാശിനി പ്രയോഗമില്ല. കളപറിക്കാനും ആരും എത്തിയില്ല. എവിടെ നിന്നോ ഒഴുകിയെത്തി കിളിർത്ത് കതിരായി. വിളപാകമായപ്പോൾ കുറെയൊക്കെ കണ്ടവർ കൊയ്തെടുത്തു. സംരക്ഷിച്ചാൽ പൂർണ്ണ വിള തരുന്ന നെൽകൃഷിക്ക് ഇവിടെ പരിചാരകരില്ലാതെ സമൃദ്ധമായ വിള ലഭിച്ചു. ഈ സന്തോഷം നാട്ടുകാരിൽ കൗതുകവും ഉണർത്തിയിട്ടുണ്ട്. ഇതിപ്പോ അപൂർവമായിട്ട് ഇപ്പം ഈ കനാലിൽ ഈ വിത്ത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് കിഴക്ക് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നുള്ള വിത്ത്
വാരി എറിഞ്ഞ് അങ്ങനെ ഈ കനാലിൽ നിന്ന് ഒഴുകി ഇവിടെ വന്ന് തങ്ങിയത്. അത് കാരണമല്ല, ഈ വെള്ളം ഈ അക്കുളേറ്റ് കഴിഞ്ഞൊരു ചരുവുണ്ട്. ചരുവാകുമ്പോൾ ഈ എക്കലും ഈ മണ്ണും മണലും ഒക്കെ വന്ന് അടിയുന്ന ഒരു ഭാഗവും ഇത്. സാധാരണഗതിയിൽ ഇവിടെ വന്ന് അടിയാനും ഇത് ഒരു കൗതുക തന്നെയാണിത്. കൊച്ചു പിള്ളേർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ നെല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അരിയെന്ന് പറഞ്ഞാൽ നെല്ലിൽ നിന്നുണ്ടാവുന്നതാണോ അരി എന്നുപോലും അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാലഘട്ടമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ശ്രീനാരായണ ധർമ്മവേദി പത്തനാപുരം യൂണിയന്റെ രണ്ടാം ഘട്ട മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണം സംഘടിപ്പിച്ചു. ശ്രീനാരായണ ധർമ്മവേദി പത്തനാപുരം യൂണിയന്റെ നേതൃത്വത്തിൽ പത്തനാപുരം വ്യാപാര ഭവനിൽ വെച്ചാണ് രണ്ടാം ഘട്ട മൈക്രോ ഫിനാൻസ് വിതരണോദ്ഘാടനം നടന്നത്. ധർമ്മവേദി യൂണിയൻ പ്രസിഡന്റ് ആർ രഘുനാഥൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് മധു ആവണീശ്വരം ഉദ്ഘാടനം ചെയ്തു. SNDPയുടെ നേതൃത്വം അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണെന്ന് മധു ആവണീശ്വരം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പടുത്തുയർത്തിയ SNDP യോഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ബാങ്ക് പ്രതിനിധി സി സുധീർ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ഫണ്ട് വിതരണം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി SCG, NV ശാർംഗധരൻ, M അരുൺ, സുരേന്ദ്രൻ, D വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 30 കുടുംബശ്രീ യൂണിറ്റുകളാണ് ഓണച്ചന്തയിൽ പങ്കെടുത്തത്. നാടൻ ഉണ്ടമുളക് മുതൽ വില കൂടിയ ചുരിദാർ വരെ വിപണനമേളയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കി നൽകിയ പ്രത്യേകം സ്റ്റോളുകളിലാണ് വിപണനം നടന്നത്. വിപണി വിലയേക്കാൾ 5 രൂപ കുറച്ചാണ് സാധനങ്ങൾ ഇവിടെ വിൽപ്പന നടത്തിയത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം TM ബിജു ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ R റെജില, സേവ്യർ ഘടകംപള്ളി, S സോമശേഖരൻ പിള്ള, മധുസൂദനൻ ഉണ്ണി, അന്നമ്മ തോമസ്, T ഓമന, ജലജ ഗോപിനാഥ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S രാമാനുജൻ തുടങ്ങിയവർ സംസാരിച്ചു. തത്തമംഗലം വാർഡിൽ നടന്ന ഓണച്ചന്തയിൽ 16ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ പങ്കെടുത്തു. വാർഡംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശശികല മോഹൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 തുടങ്ങിയ ഓണച്ചന്ത വൈകുന്നേരം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ 113ഓളം പേർക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശ്രയ പദ്ധതിയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്താനും വരും കാലങ്ങളിൽ പദ്ധതി വിപുലീകരിച്ച് പാവപ്പെട്ടവർക്ക് ഓണം ആഘോഷിക്കാൻ സാഹചര്യമുണ്ടാക്കാനുമാണ് സർക്കാർ പദ്ധതിയെന്ന് K ശശിധരൻ പറഞ്ഞു. അത്തരത്തിലുള്ള നിരവധി അപേക്ഷകളും ആവശ്യങ്ങളും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അഗതി ആശ്രയ പദ്ധതി നമ്മുടെ രാജ്യത്ത് നമ്മുടെ പഞ്ചായത്തുകൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ വിപുലമായ രീതിയിൽ ഇത് നടത്തുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ അതിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിന്റെ ഇംപ്ലിമെന്റ് ഏജൻസിയായി നിയോഗിച്ചിരിക്കുന്നത് കുടുംബശ്രീ മിഷനാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ അഗതി ആശ്രയ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കുടുംബശ്രീയുടെ CDSനാണ്. CDSന്റെ ചെയർപേഴ്സൺ അതുപോലെയുള്ള CDS വിഭാഗമാണ് ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും കുടുംബശ്രീ മിഷനാണ് ഈ വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. CDS ചെയർപേഴ്സൺ ലതാ മോഹൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ ചടങ്ങിൽ അധ്യക്ഷയായി. തെന്മല ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT ഷാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം, വാർഡ് മെമ്പർമാരായ VS മണി, സിബിൽ ബാബു, ഷൈനി ബിജു, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ നഗരസഭയുടെ ഓണം ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി KB ഗണേഷ് കുമാർ MLA. താലൂക്ക് രൂപീകരിച്ചതിനു ശേഷം നടന്ന വികസന സമിതി യോഗങ്ങളിലൊന്നും ആരോഗ്യവകുപ്പിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. ഓണവിപണിയിൽ ഏത്തക്കായ വില കുതിച്ചുയരുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.